ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വന്തം ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇറച്ചിച്ചോറ് നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് വെറും ഒരു 30 മിനിറ്റ് കൊണ്ട് കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് കാണിക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമ്മുടെ ഇറച്ചിച്ചോറിലേക്ക് ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നോർമൽ നമ്മുടെ കറിക്കൊക്കെ കട്ട് ചെയ്യുന്നില്ല, ആ ഒരു പീസിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറച്ചിച്ചോറ് ഉണ്ടാക്കുമ്പം ബീഫ് വാങ്ങിക്കുമ്പം എല്ലും നെയ്യും ലിവറും അങ്ങനെ എല്ലാ ഭാഗങ്ങളും അടങ്ങിയിട്ടുള്ള പീസില്ലേ, അങ്ങനത്തെ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ. അതിനനുസരിച്ച് നമ്മുടെ ചോറിന് ടേസ്റ്റ് കൂടും. പിന്നെ ബോൺലെസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി എടുക്കാം ഇതിൻ്റെ. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ള സൈസ് കുക്കർ തന്നെ എടുക്കട്ടെ, കാരണം നമ്മൾ ചോറും കൂടി ഇതിൽ തന്നെയല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിൽമ നെയ്യോ ആർക്കേജോ അങ്ങനത്തെ ഏതെങ്കിലും ചേർക്കാം. നെയ്യ് നിർബന്ധമാണ് കേട്ടോ ഈ ഒരു ഇറച്ചിച്ചോറിലേക്ക്. ഓയിൽ കുറച്ചെടുത്തിട്ട് നെയ്യ് കൂടുതൽ എടുക്കണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ, എങ്കിലേ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്കൊരു 4 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. സവാള അത്യാവശ്യം നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനിയിപ്പോൾ സവാള നന്നായിട്ട് വാടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും 3ഉം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവ് നോക്കുക, കാരണം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ കൂടുതൽ വേണ്ടത്. പിന്നെ 2 ബോൾ, അതായത് 2 ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ, പിന്നെ അതിൻ്റെ നേരെ പകുതി ഇഞ്ചി ആക്കിയിട്ടാണ്. 2 മീഡിയം പീസ് വലുപ്പത്തിൽ ഇഞ്ചിയും 3ഉം കൂടി ചതച്ചതാണ്. ഈ ഒരു ഇറച്ചിച്ചോറിൻ്റെ മെയിൻ പ്രത്യേകത നമ്മുടെ പച്ച മസാലകൾ, അതായത് ഈ വെളുത്തുള്ളി ഇഞ്ചി ഐറ്റംസും നമ്മുടെ ഉള്ളി പിന്നെ മല്ലിയില അങ്ങനത്തെ പച്ച മസാലകളാണ് കേട്ടോ കൂടുതൽ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. എല്ലാം കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്കൊരു 3-4 തക്കാളി കേട്ടോ വലുപ്പം നോക്കിയിട്ട് എടുക്കുക. നല്ല വലുപ്പമുള്ളതാണെങ്കിൽ 3 എടുത്താൽ മതി. തക്കാളിയിൽ അത്യാവശ്യം വേണം ഇതിലെങ്കിൽ ആ ഒരു പുളിയൊക്കെ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി ആ ഒരു തക്കാളി ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ നിന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പൊടികളൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇനി ഈ ഒരു പാൻ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 2 പൊടികളും മാത്രം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടികൾ ഓവറായിട്ട് അങ്ങനെ വറുത്തെടുക്കണ്ട കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു മണം വരുമ്പോൾ ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാതെ പൊടികളുടെ കളറ് മാറാൻ നിന്ന് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മുടെ ഇറച്ചിച്ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഉള്ളി വാടി വന്ന സമയത്ത് തന്നെ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പക്ഷേ എനിക്കെപ്പോഴും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇഷ്ടം. അതിൻ്റെ ഒരു രുചി സ്പെഷ്യൽ തന്നെയാണ്, പറയാനില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചൂടാക്കിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. കണ്ടില്ല, ഒട്ടും തന്നെ കളറൊന്നും അങ്ങ് മാറി വന്നിട്ടൊന്നുമില്ല, പക്ഷെ നല്ലൊരു മണം വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ തക്കാളി ഒന്നങ്ങ് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല പൊടിയാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് മസാല പൊടിയും കൂടി ഉണ്ടെങ്കിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ പൊടികളൊക്കെ കുറച്ച് ചേർക്കുക കേട്ടോ. ഒട്ടും തന്നെ കൂടി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ആദ്യം നമ്മൾ ചേർത്തിട്ടുള്ള പച്ച മസാലകളില്ല, അത് കൂടുതലായിട്ട് ചേർക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില കുറച്ച് അധികം തന്നെ ചേർക്കട്ടെ, ഒരു കൈപ്പിടി നിറയെ ചേർക്കുക. പുതിനയിലയും കറിവേപ്പിലയും കുറച്ച് മതി. പിന്നെ കുറച്ച് ഉപ്പ് കുറവായിട്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് കുക്കർ അടച്ച് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിനി വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ പൊതുവെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാറില്ല, കാരണം എല്ലും നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ള കഷ്ണമാകുമ്പോൾ തന്നെ അത്യാവശ്യം കുക്കറിൽ തന്നെ ബീഫിൽ തന്നെ വെള്ളം വരും. അപ്പോൾ നിങ്ങൾ അടിക്ക് പിടിക്കുന്ന ടെൻഷൻ ഉള്ളവർ, അതായത് ഫസ്റ്റ് ടൈം ബീഫ് കറിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു അരക്കപ്പൊക്കെ ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തോ കേട്ടോ, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തർ വാങ്ങിക്കുന്ന ബീഫ് ഓരോ വേവായിരിക്കുമല്ലോ, അതിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബീഫ് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ ജീരകശാല അരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു ടിപ്പ് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഈ ബീഫിൻ്റെ ഇറച്ചിച്ചോറ് എടുക്കുന്ന സമയത്ത് ബീഫിൻ്റെ സെയിം റേഷ്യോയിൽ തന്നെ സെയിം അളവ് തന്നെ അരി എടുക്കുക കേട്ടോ, എങ്കിലും ഒരേ രീതിക്ക് ബാലൻസ് ചെയ്യുന്ന ടേസ്റ്റ് കിട്ടും. സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ എപ്പോഴും നമ്മുടെ തലശ്ശേരി ഇറച്ചിച്ചോറിന് ജീരകശാല അരി തന്നെ നിർബന്ധമാണ് കേട്ടോ. ബസ്മതി വെച്ചിട്ടൊക്കെ ചിലവർ ചെയ്യുന്നുണ്ട് ഓരോ നാട്ടിൽ, പക്ഷെ എന്തായാലും ഈ ഒരു ജീരകശാല അരിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും മണവും ഗുണമൊന്നും എന്തായാലും ബസ്മതി റൈസിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചില്ല, പക്ഷേ അത്യാവശ്യം ചെറിയ ഗ്രേവി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബീഫ് മാത്രം ഒന്ന് ഇങ്ങ് കോരിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ ഗ്രേവി അതിൽ തന്നെ വെക്കുക. കാരണം നമുക്ക് അത് അളന്നിട്ട് വേണം ബാക്കിയുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ബീഫ് കോരി മാറ്റി വെക്കുന്നുണ്ട്. ബീഫ് മാത്രം ആ ഒരു ഗ്രേവി ഇല്ലാതെ ഊറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇത് കുക്കർ ഇതുപോലെ കാലിയാക്കി വെച്ചിട്ട് നമുക്ക് ഗ്രേവിയില്ലേ നമ്മൾ അളന്നിട്ട് കുക്കറിലേക്ക് തന്നെ തിരിച്ചൊഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ടോട്ടൽ 4 കപ്പ് ഗ്രേവിയാണ് കറക്റ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇറച്ചിച്ചോറ് വെക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിക്കാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഗ്രേവി അളന്നിട്ട് അതിൻ്റെ ബാക്കി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 4 കപ്പ് ഗ്രേവി ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കിലോന് അരി എടുത്തത് കൊണ്ട് തന്നെ 5 കപ്പ് അരിയല്ലേ ഉണ്ടാവുക. അപ്പോൾ 4 കപ്പ് ഗ്രേവി ഉള്ളത് കൊണ്ട് 3.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ടോട്ടൽ 1.5 കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്രേവി മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. 2 പീസ് അളവിൽ പട്ട, ചെറിയ പീസാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 3 ഏലക്കായും 2-3-4 ഗ്രാമ്പു, അങ്ങനെ എല്ലാം കുറച്ച് ഇട്ട് കൊടുക്കട്ടെ, ഒരുപാട് വേണ്ട, റൈസിൽ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയില്ലേ, അത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് കഴുകി ഊറ്റിയിട്ട് ഉടനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസസ് ഇല്ലേ, അത് മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈം എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ചെയ്യട്ടോ, ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയേ ഇല്ല ഇതിൽ, കുക്കറിൽ ചെയ്യുന്നില്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കൂടി ഗരം മസാല വേണം. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള സൈസ് ഒരു ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും മഞ്ഞൾ പൊടിയുടെ കുറവുണ്ടോ എന്നുള്ളത്, കാരണം ഇറച്ചിച്ചോറ് അറിയാമല്ലോ നല്ലൊരു ഭംഗിയുള്ള മഞ്ഞ കളറേ ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഇളക്കി നോക്കിയതിന് ശേഷം ഉപ്പ് നന്നായിട്ട് നോക്കുക, കാരണം നമ്മൾ റൈസിലേക്കുള്ള ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ കറിയുടെ ബാലൻസ് ചെയ്യുന്ന രീതിക്ക് ഇടുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യുടെ ഫ്ലേവർ വേണേ റൈസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ലാസ്റ്റ് ഇങ്ങനെ കുറച്ചുകൂടി ചേർക്കുന്നത്. പിന്നെ നമ്മൾ മല്ലിയില കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ടെ, 1/2 കൈപ്പിടിയും കൂടി. നമ്മൾ 1 കൈപ്പിടി നിറയെ നേരത്തെ ചേർത്തതാണ്, ഇത് നിർബന്ധമാണ്, ഈ ഒരു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് നമ്മുടെ മഞ്ഞൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ കൂടി ചേർക്കുക, കാരണം ചില മഞ്ഞൾ പൊടി കുറച്ചിടുമ്പോൾ തന്നെ നല്ല കളറുണ്ടാവും, അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതെല്ലാ ഐറ്റംസ് ഇട്ടിട്ട് നടുവേന്ന് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ കുക്കർ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒന്നും വേണ്ട. എന്നിട്ട് ഒരൊറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മതിയിട്ട് നമ്മുടെ ഇറച്ചിച്ചോറ് റെഡിയാവും. അപ്പോൾ ഇതുപോലെ വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റോളം നമ്മുടെ പ്രഷറൊക്കെ മൊത്തത്തിൽ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, അതിനിടയ്ക്കിടെ ഓപ്പൺ ചെയ്യാനൊന്നും പാടില്ല, ഇപ്പോൾ നമ്മുടെ റൈസ് വേവാതെ ആയിപ്പോവും. അങ്ങനെ നമ്മുടെ പ്രഷർ മൊത്തത്തിൽ പോയതിന് ശേഷം അടപ്പ് തുറക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഇറച്ചിച്ചോറ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് മുകളിൽ നിന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എൻ്റെതിപ്പം വലിയ കുക്കറാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ മൊത്തത്തിലൊന്ന് ഇളക്കിയിടുകയാണ്. പതുക്കെ നിങ്ങൾ ഇടുങ്ങിയ ചെറിയ കുക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇളക്കാൻ നിൽക്കേണ്ട കേട്ടോ. ചൂടോടെ വേറൊരു പാനിലേക്ക് തട്ടിയിട്ട് അതിൽ നിന്ന് മിക്സ് ആക്കിക്കോ, കാരണം വെറുതെ കുഴഞ്ഞു പോകണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പാനിൽ ചെയ്ത പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ല ഇറച്ചിച്ചോറ്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോംബോ എന്ന് പറയുന്നത് കുറച്ച് തൈരും പച്ച ചട്നിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയേ വേണ്ട കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്, കുറച്ച് അച്ചാറും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ല.
അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഇറച്ചിച്ചോറ് ഇനി ആർക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് കേട്ടോ. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ദമ്മായിട്ട് കിട്ടുന്ന ആ ഒരു റൈസ് അല്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്